പൊതുസമൂഹത്തിനെ എങ്ങനെ പുരോഗതിയിലേക്ക് നയിക്കണം എന്ന് അഹോരാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി കൊണ്ടിരുന്ന ഒരു പിടി പേരുകളാണ് ഞാനിപ്പോൾ ഇവിടെ അനുസ്മരിച്ചത്. അവരുടെ എല്ലാം പ്രവർത്തനങ്ങളിലെ ഊർജം, ആ സ്മരണ നമുക്കെന്നും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയായിരിക്കട്ടെ എന്നും ആ ഊർജം നമുക്ക് എന്നും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ അനുശോചന പ്രമേയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വഹിക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ പ്രതിനിധികളെയും വളരെ ആദരവോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം നടത്താനുള്ള പരിമിതികളെക്കുറിച്ച് ഒന്നുകൂടി ഞാൻ ഓർപ്പിച്ചുകൊണ്ട്, എല്ലാം സഹിച്ച് ഇത് വിജയകരമാക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട്, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ പേരെയും സംഘാടക സമിതിക്ക് വേണ്ടി ഒരു ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് ഡിസാസ്റ്റർ എന്നുള്ള വേർഡ് വളരെ തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ പോകുന്നിടത്തെല്ലാം പറയും, ഈ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളതെങ്ങനെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത്ക്വേക്ക് ഇല്ലെന്ന് പറയാൻ പറ്റുമോ, ഇല്ലെങ്കിൽ സൈക്ലോൺ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതെനിക്ക് മലയാളത്തിൽ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊക്കെ പറയുന്നത് ഹസാഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും ഒരു ഡിസാസ്റ്റർ ആവാനുള്ള ചാൻസ് ഉള്ള ഒരു ഫിനോമിനയാണ് ഈ സൈക്ലോണും എർത്ത്ക്വേക്കും എന്ന് പറയുന്നത്. ഒരുപക്ഷെ 53 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ കഴിഞ്ഞ 5 ദശാബ്ദ കാലയളവിനിടയിൽ വിവിധ സമ്മേളനങ്ങളിലും ക്യാമ്പയിനുകളിലും പഠനങ്ങളിലൂടെയും ഒക്കെ തന്നെ പരിഷത്ത് മുന്നോട്ട് വച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ പരിഷത്ത് മുന്നോട്ട് വച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് പൊതുജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ അനുഭവഭേദ്യമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പരിഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തിയായി ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയുന്നത്. ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹകരണവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏവർക്കും ഈ ഔപചാരികതയുടെ പേരിൽ ഈ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അവസാനിപ്പിക്കുന്നു. ഈ കൺസ്ട്രെയിൻസിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക മാറ്റത്തെ ലക്ഷ്യമിടേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൂലധന ശക്തികൾ ഈ കൺസ്ട്രെയിൻസ് എപ്പോഴും തള്ളി മാറ്റുന്നതിനും സർവസ്വതന്ത്രമായിട്ട് വളരുന്നതിനുമുള്ള ഒരു പ്രവണത പ്രകടിപ്പിക്കുമെന്നുള്ളത് സംശയമില്ല. അതിനെ ചെറുക്കുന്നതിന് നിരന്തരമായിട്ടുള്ള ജാഗ്രതയും വിമർശനങ്ങളും എല്ലാം ആവശ്യമാണ്. അത്തരത്തിലുള്ള ജാഗ്രതയും വിമർശനവും കേരളത്തിൽ ഉണ്ടാക്കുന്നതിന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അങ്ങനെ കേരളത്തെ കേരളമാക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വലിയ പിന്തുണ, സഹകരണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മന്ത്രി എന്ന രീതിയിലുള്ള ഔദ്യോഗിക ജോലിയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം എത്തിയത് പരിഷത്തിൻ്റെ സമ്മേളനത്തിലേക്ക് തന്നെയാണ്. ആ പിന്തുണയും ആ സഹായവും എന്നും വേണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയ്ക്ക് വേണ്ടി തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ PT ഭാസ്കര പണിക്കർ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല സാരഥികളിൽ ഒരാളായിരുന്നു. 66-67 കാലഘട്ടത്തിൽ സെക്രട്ടറിയായും 68-69 കാലഘട്ടത്തിൽ പ്രസിഡൻ്റായും അദ്ദേഹം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ നയിച്ചിട്ടുണ്ട്. കേരളത്തിനാണെങ്കിലും വളരെയധികം സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. മുണ്ടശ്ശേരി മാഷ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റങ്ങളെപ്പറ്റി നമ്മളെപ്പോഴും അഭിമാനത്തോടു കൂടി പറയാറുണ്ട്.
കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളുടെ ശില്പിയായിട്ട് അദ്ദേഹത്തെ പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി അന്ന് പ്രവർത്തിച്ചിരുന്നത് PT ഭാസ്കര പണിക്കർ സാറായിരുന്നു. ഒരു ശാസ്ത്ര സാഹിത്യകാരൻ എന്ന നിലയിൽ, ഗ്രന്ഥശാല സംഘത്തിൻ്റെ തലവൻ എന്ന നിലയിൽ, പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗമെന്ന നിലയിൽ ഒക്കെ തന്നെ നമ്മുടെ കേരളത്തിന് ഒരു തനതായ സംഭാവനകൾ നൽകിയിട്ടുള്ള അദ്ദേഹം മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് എന്ന് പറഞ്ഞ സ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിക്കൊണ്ട് അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിറകിൽ നിന്നിരുന്ന മലബാറിനെ കൈപിടിച്ചുയർത്തി മുമ്പോട്ട് കൊണ്ടുവരാനുള്ള അശ്രാന്ത പരിശ്രമവും നടത്തിയിട്ടുള്ള ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച കാലത്ത് ഒരുപാട് കാലം ഒളിവിലും ജയിലിലും ഒക്കെ ആയിട്ട് ഏതാണ്ട് 3 വർഷക്കാലത്തോളം അദ്ദേഹം കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. പ്രൊഫസർ ജയറാമിനെ നിങ്ങളിൽ പലർക്കും നേരിട്ടറിയാം എന്നെനിക്കറിയാമെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിപ്പോൾ മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിലെ സ്കൂൾ ഓഫ് ഹാബിറ്റാറ്റ് സ്റ്റഡീസിൻ്റെ പ്രൊഫസറാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം ഇന്ത്യയിലെ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ സംഘാടകനും അതിൻ്റെ നേതൃത്വ പദവിയിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഡോക്ടർ ജയറാം, വി ആർ വെരി ഹാപ്പി ടു invite you to deliver the 7th PTB Memorial Lecture. If you look at the state of science and society, we have never been in post-independence India in such a situation. I remember the eclipse of 78 or 79. That was total solar eclipse. That was a state of utter madness. The whole city shut down. I was a student in Chennai. I remember going all the way to Andhra to sit on top of a hill in Khammam and to see the total solar eclipse. Whereas all of Chennai shut down. Mumbai shut down. You know, the entire country shut down. And we were appalled. But 10 years later, 15 years later, when other occasions came like this was not the situation. But yet, subsequently, we, especially in the last few years, we live in a situation where the scientific rampart is not only disregarded by those in power, but abusively attacked or sought to be undermined. Can you imagine the Prime Minister of a nation of, 1.2 billion people in this 21st century saying that the figurehead, a totemic symbol, that is what Ganesha is not Lord Ganesha. It's a totemic symbol. It is something that should be the subject of anthropology, something you study about primitive societies. And that becomes an example, according to our Prime Minister, of how our society in ancient times knew of plastic surgery. This is I must emphasize to you that this is a disgrace. You know, it seems to us that this happens with such appalling regularity. Planes flying backwards. A whole session in the Indian Science Congress that talks nonsense after nonsense. And all kinds of figures are parading the television channels. And the television channels actually thinks these are debatable issues. What is there to debate in this? पहला बात यह है कि अगर KSSP का जत्था पूरे हिंदी क्षेत्र में नहीं जाता तो आज हम आपके सामने बात करने के लिए नहीं होते. इसलिए पुनः हम अभिनंदन करते हैं आपको कि अगर जत्था नहीं जाता, अगर डॉक्टर MP परमेश्वरन और KK कृष्ण कुमार TG ऐसे लोग भारत ज्ञान विज्ञान समिति में KSSP से नहीं आते तो इतना बड़ा जो लिटरेसी कैंपेन पूरे देश में हुआ हिंदी क्षेत्र में कभी भी नहीं होता. इसलिए पुनः हम आपको अभिनंदन करते हैं कि आप हमें E.K. नारायण को भी कभी नहीं भूलेंगे हम लोग
कि वो जा कर के हमारे ऐसे स्टेट के लोगों को लिटरेसी में आए। 26 years back, I came here in 1990 to participate in literacy workshop. There I have decided that I have to be a full-time activist of People's Science Movement after seeing your Ernakulam the literacy campaign and the KSSP activities. Your publication Science and Society has been sold in thousands and in abundance in northern states, and especially Hindi belt is being benefited by this particular book because you are an organization that is contemplating far ahead from the contradictions of the society. സാധാരണ മലയാളി കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്ന സംഘടനകൾ, പ്രത്യേകിച്ച് ഡൽഹിയിലെ മലയാളി സംഘടനകൾ ഡൽഹിയിലെ മലയാളി വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഡൽഹിയിലെ പൊതുജീവിതത്തിൽ ഒരു സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞ 3 വർഷം കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ പ്രധാനപ്പെട്ട എല്ലാ പരിപാടികളിലും, ഡൽഹിയിൽ മതനിരപേക്ഷ ജനാധിപത്യ ജനകീയ ശാസ്ത്ര മൂവ്മെൻറ്റുകളൊക്കെ നടത്തുന്ന എല്ലാ പരിപാടികളിലും ഒരു പ്രധാനപ്പെട്ട സാന്നിധ്യമായി, ഒരു പ്രധാനപ്പെട്ട പേരായി, ഒരു പ്രധാനപ്പെട്ട പ്രചോദനമായി ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ ഡൽഹി ഫോറത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ കഴിഞ്ഞു എന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ സംസാരിച്ച, അഖിലേന്ത്യാ തലത്തിലൊക്കെ സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിലെ മലയാളിയുടെ മാത്രമല്ല, ഇന്ത്യയിലെ മലയാളിയുടെ മാത്രമല്ല, ലോകത്തിലെവിടെയും മലയാളിയുടെ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ജനകീയ ശാസ്ത്ര പ്രവർത്തകരുടെയും പ്രചാരകരുടെയും ഒക്കെ ഉള്ളിലെ എന്നും ആവേശമാണ്, പ്രചോദനമാണ്, അവരുടെ ഊർജ്ജ സ്രോതസ്സാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള അറിവിൻ്റെ സാർവത്രികതയുടെ സ്ഥാനത്തിൽ അറിവ് എന്ന് പറയും നമ്മളുടെ ഒരു ആയുധമാണ്, സമരായുധമാണ്. നമ്മൾ നിരന്തരമായി പറയുന്നൊരു സാധനമാണത്. നമ്മളുടെ ഒരു സമരായുധമാണ്. അതിനെ തേച്ച് മില്ലിക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന, എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ചാവേർപ്പടകളായി മാറുന്ന ഒരവസ്ഥയുണ്ടായാൽ മാത്രമേ ഇന്ന് നമ്മൾ നേരിടുന്ന അതിതീവ്രമായ, കേരള സമൂഹം നേരിടുന്ന അതിതീവ്രമായ വലതുപക്ഷവൽക്കരണത്തെ, അതിതീവ്രമായ വിശ്വാസ സംഹിതകളുടെ ആധിപത്യത്തെ, ജാതിമത വർഗീയ ശക്തികളുടെ ആധിപത്യത്തെ, ഇതിനെയൊക്കെ തന്നെ ചെറുത്തു നിൽക്കാനായിട്ട് അപ്പോൾ മാത്രമേ പരിഷത്തിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സംഘാടകരായിട്ട് ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് ജാഥയൊക്കെ നടത്തി ആ ജാഥയിൽ നമ്മൾ തന്നെ ആസ്വദിച്ച്, ബാക്കിയുള്ളവർ ആസ്വദിച്ചില്ലെങ്കിലും നമ്മൾ തന്നെ ഇങ്ങനെ ആസ്വദിച്ച് ഇല്ലേ, ഗംഭീര ജാഥയാണ്. കഴിഞ്ഞ 20 കൊല്ലം മുമ്പത്തെ ജാഥ ഇപ്രാവശ്യം ജാഥ തിരിച്ചു പിടിച്ചു എന്നൊക്കെയുള്ള വർത്തമാനം കേൾക്കാം. നമ്മൾ തന്നെ പറയുന്നതൊക്കെ ഈ ആണ്ടി നല്ല അടിക്കാരാണെന്ന് പറയുന്ന ആണ്ടി തന്നെയാണെന്ന് പറയുന്ന പോലെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് എത്താം. അത് ശരിയാണോ എന്നുള്ള ഗൗരവപൂർവ്വം പരിശോധിക്കണം. ഇതാണ് എനിക്കിപ്പോൾ വയ്ക്കാനുള്ള അറിവിൻ്റെ രാഷ്ട്രീയം.